നിങ്ങൾ വാങ്ങിയ ഒരു സ്റ്റോക്കിന്റെ വില പകുതിയായിട്ട് കുറഞ്ഞു. അതായത് 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സ്റ്റോക്ക് 250 രൂപയായോ. ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഉടനെ നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ഐഡിയ വരും. ഇപ്പൊ കുറച്ചുകൂടി വാങ്ങിയാൽ അല്ലെങ്കിൽ ആവറേജ് ചെയ്താൽ ആവറേജ് കോസ്റ്റ് താഴോട്ട് വരുമല്ലോ. 250 രൂപയ്ക്ക് ഇത്രയും സ്റ്റോക്ക് കൂടി വാങ്ങിയാൽ എന്റെ ആവറേജ് വില ഏതാണ്ട് 375 ആകും. പിന്നെ സ്റ്റോക്ക് 375 എത്തിയാൽ മതി, എന്റെ നഷ്ടം തീർന്നു കിട്ടും. ഒരു ചെറിയൊരു റിക്കവറി വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലാഭത്തിലെത്താൻ കഴിയും. കേൾക്കുമ്പോൾ നല്ല ലോജിക്കലി വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു അടിപൊളി സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. ഒറ്റ നോട്ടത്തിൽ വളരെ മികച്ചതാണ് എന്ന് തോന്നുന്ന ഈ ഒരു ആവറേജിംഗ് ഡൗൺ എന്ന തന്ത്രത്തിന് പിന്നിൽ വലിയൊരു കെണി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് സാധാരണ നിക്ഷേപകരുടെ പണം നഷ്ടമാക്കിയ ഒരു കെണിയാണിത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ചതിക്കുഴിയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് വില കുറയുമ്പോൾ നമ്മൾ വീണ്ടും വാങ്ങുന്നത്? പലപ്പോഴും നിങ്ങളുടെ നഷ്ടം ഇരട്ടിയാക്കാൻ കാരണമാകുന്നത് ഈ ഒരു ആവറേജിംഗ് ആണ്. നമുക്ക് ചില യഥാർത്ഥ ഉദാഹരണങ്ങളിലൂടെയും അതിന്റെ സൊല്യൂഷനുകളിലൂടെയും ഒക്കെ കടന്നു പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് ആവറേജിംഗ് ഡൗൺ? സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു ഓഹരി വാങ്ങിയ ശേഷം അതിന്റെ വില താഴേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു കുറഞ്ഞ വിലയ്ക്ക് അതേ ഓഹരിയുടെ കൂടുതൽ എണ്ണം വാങ്ങി നമ്മുടെ ശരാശരി വാങ്ങൽ വില കുറയ്ക്കുക. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒരു ഓഹരിക്ക് വേണ്ടി നമ്മൾ മുടക്കിയ ആവറേജ് വില കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു സ്റ്റോക്ക് എടുക്കാം. നിങ്ങളൊരു കമ്പനിയുടെ 100 ഓഹരികൾ 100 രൂപയ്ക്ക് വാങ്ങി, ആകെ നിക്ഷേപം 10,000 രൂപ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓഹരിയുടെ വില 50 ആയിട്ട് കുറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ 10,000 രൂപയുടെ മൂല്യം 5,000 ആയിട്ട് മാറിയിട്ടുണ്ട്. 50% നഷ്ടമാണ് ഈ സമയത്തുള്ളത്. നിങ്ങൾ വിഷമിക്കുന്നതിന് പകരം 50 രൂപ നിരക്കിൽ 100 ഓഹരികൾ കൂടി വാങ്ങി അതിനായിട്ട് നിങ്ങൾ ഒരു 5,000 രൂപ മുടക്കി. അപ്പോൾ നിങ്ങളുടെ മൊത്തം മുടക്ക് മുതൽ എന്ന് പറയുന്നത് 15,000 രൂപയാണ്. 200 ഓഹരികളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇനി നിങ്ങളുടെ ഓഹരിയുടെ ശരാശരി വില വാങ്ങൽ വില നമുക്ക് നോക്കുകയാണെങ്കിൽ 75 രൂപയായിട്ട് നമുക്കിവിടെ കണക്കാക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഇതിലെ ആ ഒരു സൈക്കോളജിക്കൽ അട്രാക്ഷൻ. ആദ്യം നിങ്ങളുടെ നഷ്ടം മാറണമെങ്കിൽ ഓഹരി വില 100 രൂപയിലേക്ക് തന്നെ തിരികെ വരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓഹരി വില 75 എത്തിയപ്പോൾ തന്നെ മുതൽ മുടക്ക് തിരികെ കിട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 50 രൂപയിൽ നിന്ന് 75ലേക്ക് എത്താൻ ചെറിയൊരു റിക്കവറി ഉണ്ടായാൽ തന്നെ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിന്റെ പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി ഹൈ ആണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും നഷ്ടം വേഗത്തിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതൊരു എളുപ്പ വഴിയാണോ അതോ നമ്മൾ കുഴിക്കുന്ന കുഴി കൂടുതൽ ആഴത്തിൽ പോവുകയാണോ? ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആവറേജ് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ അപകടം, അതായത് നമ്മുടെ യുക്തിക്ക് പകരം പ്രതീക്ഷയെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിയ വിലയ്ക്ക് എന്തായാലും തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ. പക്ഷേ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാങ്ങൽ വിലയോടോ ഒരു കടപ്പാടുമില്ല, ഒരു സെന്റിമെന്റ്സുമില്ല. തീർച്ചയായിട്ടും സ്റ്റോക്ക് അതിന്റെ വഴിക്ക് പോവുക തന്നെ ചെയ്യും. അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളൊന്നുമില്ലാതെ വില ഇടിയുന്ന ഒരു ഓഹരിയെ, താഴേക്ക് വീഴുന്ന ഒരു കത്തിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. മാർക്കറ്റ് ഭാഷയിൽ ക്യാച്ചിങ് എ ഫാളിംഗ് നൈഫ് എന്ന് പലരും പറയാറുണ്ട്. കത്തിയുടെ വീഴ്ച എവിടെ നിൽക്കുമെന്ന് നമുക്കറിയില്ല. പിടിക്കാൻ ശ്രമിച്ചാൽ കൈമുറിയുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതുപോലെ ഓഹരിയുടെ വിലയിടിവ് എവിടെ വരെ ഉണ്ടാവും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ നഷ്ടം കൂട്ടുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് തന്നെയുള്ള പല ഉദാഹരണങ്ങൾ ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമതായിട്ട് യെസ് ബാങ്ക്. ഒരു കാലത്ത് ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തെ മിന്നും താരമായിരുന്ന യെസ് ബാങ്ക് 2018 ഒരു ഓഹരിയുടെ വില 400 രൂപയ്ക്ക് മുകളിലായിരുന്നു. പിന്നീട് ബാങ്കിന്റെ നടത്തിപ്പിലെ പ്രശ്നങ്ങളും ഭീമമായിട്ടുള്ള കിട്ടാക്കടവും പുറത്തു വരാൻ തുടങ്ങി. ഓഹരി വില അതിവേഗം താഴേക്ക് വന്നു. 400 രൂപയിൽ നിന്ന് 300, 200, 100 എന്നിങ്ങനെ ഓരോ തവണ വില കുറയുമ്പോഴും ഇതൊരു വലിയ പ്രൈവറ്റ് ബാങ്കാണ്, ഇതങ്ങനെ പൂട്ടാനൊന്നും പോകുന്നില്ല, എന്തായാലും പഴയ വിലയിലേക്ക് തിരിച്ചു വരും എന്ന് കരുതി ആയിരക്കണക്കിന് സാധാരണ നിക്ഷേപകർ അതിൽ വീണ്ടും വീണ്ടും പണം നിക്ഷേപിച്ച് ശരാശരി കുറച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ബാങ്കിന്റെ തകർച്ച നമ്മൾ വിചാരിച്ചതിലുമൊക്കെ ഒരുപാട് വലുതായിരുന്നു. അവസാനം റിസർവ് ബാങ്ക് ഇടപെട്ടു, പുതിയ മാനേജ്മെന്റ് വന്നു. ഓഹരി ഉടമകളുടെ മൂല്യം വലിയ തോതിൽ ഇല്ലാതായി. യെസ് ബാങ്കിന്റെ ഓഹരി വില 20 തൊട്ട് 25 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 400 രൂപയ്ക്ക് വാങ്ങി 100 രൂപയായപ്പോൾ ആവറേജ് ചെയ്ത ഒരാൾക്ക് പോലും എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്ന് നമ്മൾ ഓർത്തു നോക്കേണ്ടതുണ്ട്. ഇവിടെ യെസ് ബാങ്കിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഥ തന്നെ മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കാതെ പഴയ വിലയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആ സ്റ്റോക്കിനെ ആവറേജ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമോശം തന്നെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. വോഡാഫോൺ ഐഡിയ മുമ്പ് ഇന്ത്യൻ ടെലികോം വിപണിയിലെ ഭീമനായിരുന്നു. വോഡാഫോണും ഐഡിയയും ഒന്നിച്ചപ്പോൾ എല്ലാവർക്കും വലിയ വലിയ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ജിയോയുടെ വരവോടെ ഉണ്ടായ കടുത്ത മത്സരവും സർക്കാരിന് നൽകേണ്ടി വന്ന ഭീമമായിട്ടുള്ള കുടിശ്ശികയും കമ്പനിയുടെ അടിത്തറ ഇളകി. ഓഹരി വില 100 രൂപയിൽ നിന്ന് 50 പിന്നീട് 10 രൂപയിലേക്കും താഴെ വീണു. രാജ്യത്തെ ഇത്രയും വലിയൊരു ടെലികോം കമ്പനി പൂട്ടിപ്പോകില്ല എന്ന വിശ്വാസത്തിൽ ഒരുപാട് പേര് വില കുറഞ്ഞപ്പോൾ വാങ്ങി ആവറേജ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ സംഭവിച്ച കമ്പനിയുടെ കടം പെരുകി അവസാനം സർക്കാർ ഇടപെട്ട് കടം ഓഹരിയായി മാറ്റേണ്ടി വന്നു. ഇത് നിലവിലുള്ള ഓഹരി ഉടമകളുടെ മൂല്യം വീണ്ടും കുറച്ചു.
ഇന്ന് 10 രൂപ നിലവാരത്തിലാണ് ഓഹരിയുള്ളത്. ഇവിടെ കമ്പനിയുടെ ബിസിനസ് സാഹചര്യം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ വില മാത്രം നോക്കി ആവറേജ് ചെയ്യുകയും നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തവർക്ക് പണം നഷ്ടമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 2 ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഫാളിംഗ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോക്സിന്റെ ക്വാളിറ്റിയെ പറ്റി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ആവറേജ് ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ ആകുന്നത്? അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആവറേജ് ചെയ്യുന്നത് എപ്പോഴും തെറ്റാണോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതൊരു നല്ലൊരു ഐഡിയ തന്നെയാണ്, പക്ഷേ അതിന് ചില കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ സാഹചര്യം, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിലാണ് നമ്മൾ ആവറേജിങ് ചെയ്യേണ്ടത്. നിങ്ങൾ നിക്ഷേപിക്കുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസ്, HDFC ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള ബിസിനസ് വളരെ ശക്തമായിട്ടുള്ള ഒരു കമ്പനിയിലാണ് എന്ന് കരുതുക. കമ്പനിക്ക് ഒരു കുഴപ്പവുമില്ല, നല്ല ലാഭമുണ്ട്, വളർച്ചയുണ്ട്. പക്ഷെ ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയോ യുദ്ധമോ അല്ലെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിൽ ഇടിയുന്ന ഒരു സാഹചര്യമോ ഒക്കെ വന്നതുകൊണ്ട് ഓഹരി വില കുറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള മികച്ച കമ്പനിയുടെ ഓഹരി വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങുന്നത് നല്ലൊരു തീരുമാനമാണ്. കാരണം ഇവിടെ കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. മാർക്കറ്റിലെ താൽക്കാലികമായിട്ടുള്ള ഒരു പേടി കൊണ്ടാണ് വില കുറഞ്ഞത്. മാർക്കറ്റ് തിരികെ കയറുമ്പോൾ ഇത്തരം ഓഹരികൾ ശക്തമായിട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വാങ്ങിയത് നിങ്ങൾക്ക് നല്ലൊരു നേട്ടം തരും എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള അനാലൈസിസ് തന്നെയാണ്. രണ്ടാമത്തെ സാഹചര്യം, ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കയ്യിലുള്ള ഓഹരി 50% നഷ്ടത്തിലാണ് എന്ന് കരുതുക. അത് ആവറേജ് ചെയ്യണോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ആ ഒരു ചോദ്യം, ഈ ഓഹരിയുടെ പഴയ വിലയും എൻ്റെ നഷ്ടവും ഞാൻ ഒരു നിമിഷത്തേക്ക് മറക്കുന്നു. ഇന്നത്തെ ഈ വിലയ്ക്ക് ഈ കമ്പനിയിൽ ഞാൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിസിഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ് എന്നാണെങ്കിൽ അതിനർത്ഥം ആ ഒരു കമ്പനിയുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. എങ്കിൽ ആവറേജ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. എന്നാൽ നിങ്ങളുടെ ഉത്തരം ഇല്ല, ഈ വിലയ്ക്ക് ഞാൻ ഇത് വാങ്ങില്ല എന്നാണെങ്കിൽ ആവറേജ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ നഷ്ടം അംഗീകരിക്കാനുള്ള ഒരു മടി കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു വൈകാരികമായിട്ടുള്ള തീരുമാനമാണ്, അല്ലാതെ യുക്തിസഹമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരു നിശ്ചിത തുക നല്ല ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ നിക്ഷേപിക്കുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP അഥവാ റോളർ കോസ്റ്റ് ആവറേജിംഗ് നഷ്ടത്തിലോടുന്ന ഒരു ഓഹരിയിൽ പേടിച്ച് കൂടുതൽ പണം നിക്ഷേപിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. SIP ഒരു അച്ചടക്കമുള്ള നിക്ഷേപ രീതിയാണ്. രണ്ടാമത്തേത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ നഷ്ടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം, പ്രായോഗികമായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്, ആ ഒരു സൊല്യൂഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നഷ്ടം വന്നാൽ എന്ത് ചെയ്യണം, ആവറേജ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റ് വഴികൾ എന്തൊക്കെയാണ്, അതിനെപ്പറ്റി നമുക്കിവിടെ മനസ്സിലാക്കി പോവാം. ഒന്നാമത്തേത് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ നഷ്ടം ഒരു പരിധിയിൽ നിർത്താനുള്ള ഏറ്റവും നല്ല സുഹൃത്ത് സ്റ്റോപ്പ് ലോസ് തന്നെയാണ്. ഒരു ഓഹരി വാങ്ങുന്നതിന് മുമ്പ് തന്നെ എത്ര രൂപ നഷ്ടം വന്നാൽ ഞാനിത് വിൽക്കും എന്ന് തീരുമാനിക്കാം. ഉദാഹരണത്തിന് 100 രൂപയ്ക്ക് വാങ്ങിയ ഓഹരി 85 രൂപയിലെത്തിയാൽ ഞാൻ വിൽക്കും എന്ന് തീർച്ചപ്പെടുത്തുക. ഇത് നിങ്ങളുടെ നഷ്ടം പരിമിതപ്പെടുത്താനും വികാരങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റ് തുടരാനുമുള്ള ഏറ്റവും നല്ല വഴിയാണ്. രണ്ടാമത്തേത് റീ ഇവാലുവേഷൻ എന്നുള്ളതാണ്. ഒരു ഓഹരിയുടെ വില ഒരുപാട് കുറഞ്ഞാൽ കണ്ണടച്ച് കൂടുതൽ വാങ്ങുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ആദ്യം ആ ഓഹരി വാങ്ങിയത് എന്ന് വീണ്ടും പരിശോധിക്കുക. കമ്പനിയുടെ കടം കൂടിയോ ലാഭം കുറഞ്ഞോ, പുതിയ എതിരാളികൾ മാർക്കറ്റിൽ വന്നോ, മാനേജ്മെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒരു ഡോക്ടർ രോഗം കണ്ടുപിടിക്കുന്നത് പോലെ വിലയിടിവിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനമെടുക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, തെറ്റ് സംബന്ധിച്ച് പുറത്തു കിടക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ നിക്ഷേപത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ തീരുമാനം തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുക ഒരിക്കലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെറിയ നഷ്ടത്തിൽ ഒരു ഓഹരി വിൽക്കുന്നത് ഒരു തോൽവിയല്ല, മറിച്ച് നിങ്ങളുടെ പണത്തെ ആ വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയതും മികച്ചതുമായിട്ടുള്ള നല്ല നല്ല അവസരങ്ങൾ കണ്ടെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം. മോശം ഓഹരിയിൽ നിങ്ങളുടെ പണം കുടുങ്ങി കിടന്നാൽ നല്ല ഓഹരികൾ വാങ്ങാനുള്ള അവസരമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ആവറേജ് ഡൗൺ കെണിയിൽ പെട്ടിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. വില കുറയുമ്പോൾ വാങ്ങി പിന്നീട് കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായാലും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഓരോ അനുഭവങ്ങളും മറ്റുള്ളവർക്കുള്ള പാഠമാകും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം, ഒരുമിച്ച് മുന്നേറാം. ഇതുപോലെയുള്ള ഓഹരി വിപണിയിലെ ചതിക്കുഴികളെയും ശരിയായ നിക്ഷേപ രീതികളെ കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. പുതിയ വീഡിയോകൾ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചാൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതായിരിക്കും: വിപണി നിങ്ങൾക്ക് ഒരു റിക്കവറിയും തരാൻ കടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വാങ്ങിയ വില എത്രയാണ് എന്ന് വിപണിക്ക് ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. വില കുറയുന്നത് ഒരവസരമാകാം, പക്ഷെ അത് ശരിയായ കമ്പനികളിൽ ശരിയായ സാഹചര്യങ്ങളിൽ മാത്രമാണ്. അല്ലാതെ അടിസ്ഥാനമില്ലാതെ തകരുന്ന കമ്പനികളിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ അപകടത്തിലാക്കിയേക്കും. പ്രതീക്ഷ നല്ലതാണ്, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ അതൊരിക്കലും നല്ല തന്ത്രമല്ല. അറിവും അച്ചടക്കവും യുക്തിയുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. അറിവോടെ നിക്ഷേപിക്കുക, സുരക്ഷിതരായിരിക്കുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.
സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.